ഫ്രാൻസിലെ അതിവേഗ റെയിൽവേ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം. പലയിടത്തും റെയിൽവേ സംവിധാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഗതാഗത സംവിധാനങ്ങൾക്ക് നേരെ തീവെപ്പ് ഉൾപ്പെടെയുള്ള ഗുരുതര സുരക്ഷാ ഭീഷണിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലോക കായിക മാമാങ്കമായ 33ാം ഒളിമ്പിക്സിന് പാരീസിന്റെ ഹൃദയത്തുടിപ്പായ സെയ്ൻ നദിയിൽ ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ആക്രമണങ്ങൾ. പല ട്രെയിനുകളും വിവിധ ട്രാക്കുകളിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും പല ട്രെയിനുകളും റദ്ദാക്കേണ്ടി വന്നതായും ട്രെയിൻ ഓപ്പറേറ്റർ SNCF അറിയിച്ചു. അതേസമയം പാരീസ് ഒളിമ്പിക്സിന് മുൻപ് 15 ഇസ്രായേലി അത്ലറ്റുകൾക്ക് വധഭീഷണികൾ ഉണ്ടായതിനെ തുടർന്ന് 24 മണിക്കൂർ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. 1972 മ്യൂണിക് കൂട്ടക്കൊല ഉദ്ധരിച്ചായിരുന്നു ഇസ്രായേൽ അത്ലറ്റുകൾക്ക് നേരെ വധഭീഷണി ഉയർന്നത്. ഇറാനുമായി ബന്ധമുള്ള ഒരു സൈബർ ആക്രമണത്തിൽ ഇസ്രായേൽ ടീമിന്റെ വ്യക്തിപരമായ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. കൂടാതെ ഒളിമ്പിക്സിന്റെ ഭാഗമായി ഇസ്രായേൽ ടീമിന് പിന്തുണയുമായി പാരീസിലെത്തിയ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പ്രതിനിധികളും സുരക്ഷാ ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് വിമാനത്തിൽ തന്നെ തുടരാൻ നിർബന്ധിതരായതായും വാർത്തകൾ വന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.